റംബൂട്ടാൻ വച്ച് 3 മാസമായപ്പോഴേക്കും എൻ്റെ റംബൂട്ടാനൊക്കെ തളിർത്ത് പന്തലിച്ച് നല്ല പച്ചപ്പോടുകൂടി ഇലകളൊക്കെ വന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. എന്തൊരു പച്ചപ്പാണല്ലേ കാണാനായിട്ട്. ചുറ്റും റംബൂട്ടാനെയും കാണാനായിട്ട് അടിപൊളി ലുക്ക്. പക്ഷേ ഇത് നമ്മുടെ വില്ലന്മാരാണ് കേട്ടോ. ഞാൻ ഈ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആയുർജാക്കിൻ്റെ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുരുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് ഉണങ്ങി കുരു കറി വയ്ക്കാനായിട്ട് എടുത്ത് വെച്ചപ്പോൾ കുറച്ച് ഉണങ്ങിയായിരുന്നു. അതും കൂടി ഇവൻ്റെ കടക്കിയിട്ട് അങ്ങോട്ട് മൂടി. ഇത് നോക്കിയേ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒന്ന് ഉഷാറായി നല്ല ഹെൽത്തിയോട് കൂടിയിട്ടാണ് വളർന്ന് വലുതാക്കി വരുന്നത്. പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള വളം മുഴുവൻ ഇവന്മാർ വലിച്ചെടുത്തെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ റംബൂട്ടാൻ ആകെ ശോഷിച്ചു മാറി നിൽക്കുകയാണ്. എങ്ങനെയാ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ മിക്കതും ഇവന്മാരാണ് തട്ടിക്കൊണ്ടിരുന്നത്. ആയുർജാക്കിൻ്റെ തൈകളാണ് കേട്ടോ ഉണ്ടായി നിൽക്കുന്നത്. ഇങ്ങനെ മുളയ്ക്കുമെങ്കിൽ എനിക്ക് അറിയുണ്ടായില്ല. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ് കേട്ടോ. എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല തൈകളുടെ, അതുകൊണ്ട് പിന്നെ ഞാനൊക്കെ കളഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ റംബൂട്ടാനെ നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കണം. നല്ല തളിരിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ ഉണ്ട് റംബൂട്ടാനൊക്കെ. അപ്പോൾ അതിൻ്റെ കടയുടെ മണ്ണൊന്ന് കോതിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് അതിലുണ്ടായ പുല്ലും അതൊക്കെ വലിച്ച് കളഞ്ഞ് കടഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ചപ്പും ചവറൊക്കെ അതിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണ്. കുറച്ച് കടയ്ക്കൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ചൂടല്ലേ, അധികം ചൂടായാലും ഇതിന് അത്രയ്ക്ക് നല്ലതല്ല. അപ്പം ഇനി കുറച്ച് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വളം ഇട്ട് കൊടുക്കുന്നത് NPK ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറേ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശായിട്ട് പലതവണ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പിടിയില്ല, ഒരു അരപ്പിടിക്കാളും കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കട തൊടിയിക്കാതെ ചുറ്റുമായിട്ട് ഞാൻ എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി മറിച്ചിട്ടിരുന്ന മണ്ണില്ലേ, അത് അതിൻ്റെ ചുറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം, നല്ല ചൂടും ഒക്കെയല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 2-3 ദിവസം അടുപ്പിച്ച് കുറേയല്ല ഒന്നാലൊന്ന് ആ വളം ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ അതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു കരിച്ചിലും ചെറിയൊരു ഇതൊക്കെ വരും. അപ്പോൾ പിന്നെ ഞാൻ കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ചെറിയ വളം കൊടുക്കുന്നത്. കാരണം നട്ടപ്പോൾ നമ്മൾ ജൈവ വളങ്ങളാണ് കൊടുത്തത്. കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ നട്ട് കൊടുത്തത്. നട്ട് നന്നായിട്ടൊന്ന് വേരൊക്കെ ഓടി ആ പുതിയ കൂമ്പ് വന്നു എന്ന് കണ്ടപ്പോൾ കുറച്ച് പൊട്ടാഷ് ഫാക്ടംബോസും കൂടി